CK ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നു അഡ്രിയാൻ ലൂണക്ക് പകരമായി കൊണ്ട് ലിത്വാനിയൻ സൂപ്പർ താരമായ ഫെഡോർ സെർനിച്ചിനെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു സൈനിങ് നടത്തിയതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് പറഞ്ഞ കാര്യങ്ങളും കൂടാതെ ആരാധകരുടെ സംശയമായിരുന്നു പുതിയ താരം സൂപ്പർ കപ്പിന് ഉണ്ടാവുമോ എന്നുള്ളതും. ഇത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ഒരു വാർത്ത എന്നത് ഇന്നലത്തെ സൈനിങ് നടന്നതിന് ശേഷം ആശാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ആശാന്റെ ഈ വാക്കുകൾ ഗോളിന്റെ വളരെ വ്യക്തമായിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. കാരണം വലിയ ക്ലബിന് വേണ്ടി കളിച്ച ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലേക്ക് വന്നതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. ഏതായാലും ഫെഡോർ സെർനിച്ച് എന്ന ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിന് ഏറെ ഗുണകരമാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ക്ലബിലുള്ള താരങ്ങൾക്കും ഈ ഒരു പുതിയ താരവുമായി കളിക്കുമ്പോഴുള്ള അനുഭവം വളരെ ഉപകാരപ്രദമായിരിക്കും. ഒന്നിൽ കൂടുതൽ പൊസിഷനിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ കേൾപ്പുള്ള താരമായത് കൊണ്ട് തന്നെയാണ് ഫെഡോറിന്റെ മേൽ വലിയ പ്രതീക്ഷ ചെലുത്തുന്നത്. ഇവാന്റെ ഈ ഇത്തരത്തിലുള്ള ഈ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു താരത്തിന് രണ്ട് വിങ്ങിലും കൂടാതെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും സ്ട്രൈക്കറായും കളിക്കാനാവും എന്ന് തന്നെയാണ്. കൂടാതെ എടുത്തു പറയേണ്ട ഒന്നാണ് ഫെഡോർ സെർനിച്ച് എന്ന ഈ ഒരു താരത്തിന്റെ പരിചയ സമ്പത്തും. ഒരുപാട് വലിയ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച ഈ ഒരു താരം ലോക ഫുട്ബോളിലെ തന്നെ സൂപ്പർ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോക്കെതിരെയും കളിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു താരത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വാർത്ത എന്നത് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഫെഡോർ എന്ന താരം സൂപ്പർ കപ്പിൽ കളിക്കുമോ ഇല്ലയോ എന്നതിനുള്ള ഉത്തരമാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിനിടെ പരിക്ക് ബാധിച്ച് മാസങ്ങളോളം പുറത്തിരിക്കേണ്ടി വരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരവും നായകനുമായ ഉറുഗ്വൻ മജീഷ്യൻ അഡ്രിയാൻ ലൂണയുടെ പകരക്കാരനെ കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൂണക്ക് പകരം ലിത്വേനിയ ദേശീയ ടീമിന്റെ നായകനെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നു എങ്കിലും സീസൺ അവസാനം വരെയുള്ള കരാർ ആയതിനാൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരുപാട് കാലമൊന്നും കളിക്കാൻ താരത്തിന് കഴിയില്ല. കൂടാതെ നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ആരാധകരുടെ എല്ലാവരുടെയും ഒരു സംശയമാണ് ഈ ഒരു സൂപ്പർ കപ്പിൽ പുതിയ താരം കളിക്കുമോ എന്നുള്ളത്. പക്ഷേ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൂപ്പർ കപ്പ് ടൂർണമെന്റിൽ ഈ ഒരു താരം കളിച്ചേക്കില്ല എന്നാണ്. അതിനാൽ തന്നെ സൂപ്പർ കപ്പ് ടൂർണമെന്റ് കഴിഞ്ഞ് നടക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരത്തിലായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി താരം അരങ്ങേറ്റം കുറിക്കുക. ഈ വരുന്ന മാർച്ചിൽ അവസാനിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിൽ താരത്തിന് കളിക്കാനായേക്കുക വെറും 2 മാസത്തോളമായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു കാലയളവിലേക്കുള്ള ഒരു സൈനിങ് ആയാണ് ഫെഡറിന്റെ സൈനിങ്ങിനെ വിലയിരുത്തുന്നത്. അടുത്തൊരു വാർത്ത എന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ വാർ സംവിധാനത്തെ കുറിച്ചാണ്. ISLലെ വാറുമായി സംബന്ധിച്ചുകൊണ്ട് നിലവിൽ ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്. ആ ഒരു ലെറ്ററിൽ പറയുന്നത് ഇപ്രകാരമാണ്: വീഡിയോ അസിസ്റ്റന്റ് റഫറിയും കൊണ്ടുവരുന്നതിന്റെ ആദ്യ പടിയായി AVRS സിസ്റ്റം ഉടൻ തന്നെ അനുവദിക്കണം ഞങ്ങൾക്ക്. ഇങ്ങനെയുള്ള ഒരു ലെറ്റർ ആണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്റർനാഷണൽ ഫുട്ബോൾ ഫെഡറേഷന് അയച്ചിട്ടുള്ളത്. നിലവിലെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ റഫറിയും വളരെ മോശമാണ്. ഇതിനെതിരെ പ്രതികരിക്കാൻ പോയ പരിശീലകന്മാരിൽ അവർ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിശീലകൻ ഇവാൻ വുക്കോമാനോവിച്ചിനെ മാത്രമാണ് കെണിയിലാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ലെറ്ററോട് കൂടെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ആശാൻ പ്രതികരിച്ചതിൽ കാര്യമുണ്ട് എന്നുള്ളത്. ഏതായാലും നിലവിലെ ഈ ഒരു റിപ്പോർട്ട് ISLലെ ആരാധകർക്ക് എല്ലാവർക്കും തന്നെ ഒരു സന്തോഷ വാർത്തയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾ എത്രയും പെട്ടെന്ന് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.